വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളക് ഈ ലാസ്റ്റ് 2 ആഴ്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന എപ്പിസോഡും ഈ ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡുകളെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വന്ന എപ്പിസോഡുകളെ കുറിച്ച് നോക്കാം. അതിൽ ആദ്യം വന്നിരുന്ന എപ്പിസോഡുകളിൽ 2 ആഴ്ച മുന്നേ നീലുവും ബാലുവൊക്കെ ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് റാംകുമാറും ഹൈമോദിയും ഇവരെയൊക്കെ മെയിനായിട്ട് വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് ഓഡിയൻസിന് അത്രത്തോളം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പെട്ടെന്നൊരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഉപ്പുമുളകിൽ. അതാണ് തുമ്പിപ്പൂച്ച എന്ന് പറഞ്ഞ ഒരു പൂച്ചയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് കഴിഞ്ഞ ആഴ്ച ഫുള്ളായിട്ട് ഏകദേശം ആ ഒരു പൂച്ചൻ്റെ പിന്നിൽ തന്നെയായിരുന്നു ഉപ്പുമുളകും. ആ പൂച്ചയെ ഫസ്റ്റ് ശങ്കരനെ സമ്മതിപ്പിക്കാൻ വെക്കുന്ന പോലത്തെ ഒരു എപ്പിസോഡ്, ബാലുവിനെ സമ്മതിപ്പിക്കാൻ വെക്കുന്ന പോലത്തെ ഒരു എപ്പിസോഡ്, അതിനുശേഷം നീലുവിനെ സമ്മതിപ്പിക്കാൻ വെക്കുന്ന പോലത്തെ ഒരു എപ്പിസോഡ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു 3 എപ്പിസോഡ് ഇങ്ങനെ തന്നെ അവർ കൊണ്ടുപോയി. എനിക്ക് പേഴ്സണലി ആ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡുകൾ രാജേഷ് ഏട്ടൻ വന്ന പിന്നെ, അതായത് ഉപ്പുമുളകും പുതിയ ഡയറക്ടറായ പിന്നെ വന്ന കുറച്ച് ലോ ആയിട്ട് വന്ന എപ്പിസോഡുകളായിരുന്നു അതെല്ലാം. അതിനുശേഷം ഈ ആഴ്ച ഇപ്പോൾ എപ്പിസോഡുകൾ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ തിങ്കളാഴ്ച വന്ന എപ്പിസോഡും അടിപൊളിയായിരുന്നത്, ചൊവ്വാഴ്ച വരാൻ പോകുന്ന എപ്പിസോഡും അതിൻ്റെ പ്രോമോ വന്നിട്ടുണ്ട്. അതും അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും എന്ന് പ്രോമോ കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഉപ്പുമുളകും ബാക്ക് ഓൺ ട്രാക്കാണ്. പഴയ ട്രാക്കിലേക്ക് ഉപ്പുമുളകും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബാലു കൊടുത്തൊരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ബാലു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാസത്തിൽ 20 ദിവസത്തോളം ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം 1.5 എപ്പിസോഡ് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിലെങ്ങനെ പോയാലും 20 എപ്പിസോഡിൽ ഒരു 5-6 എപ്പിസോഡ് എന്തായാലും മോശമായിരിക്കും, ബാക്കി കുറച്ച് എപ്പിസോഡ് ആവറേജ് ആയിരിക്കും, കുറച്ച് എപ്പിസോഡ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കാത്ത, അതായത് നന്നായിട്ടുണ്ടാവില്ല എന്ന എപ്പിസോഡ് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്ന രീതിക്ക് എപ്പിസോഡുകളെ കുറിച്ചൊരു റിവ്യൂ ബാലു തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ റീസെൻറ്റ് വീക്സിൽ കണ്ടുകൊണ്ടിരുന്നത്. ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ എപ്പിസോഡുകൾ, അടിപൊളി എപ്പിസോഡുകളും വന്നിട്ടുണ്ടായിരുന്നു, മോശമായിട്ടുള്ള എപ്പിസോഡും വന്നിട്ടുണ്ടായിരുന്നു, ആവറേജ് ആയിട്ടുള്ള എപ്പിസോഡുകളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളായിരുന്നില്ല. ഇപ്പോൾ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു. അതിനുശേഷം ചൊവ്വാഴ്ച വരുന്ന ഒരു ഫ്രഷ് കണ്ടൻറ്റിൻ്റെ ആയിട്ടാണ്. ബാലു ടൂർ പോകാൻ പോകുന്ന പോലെയും പ്രോമോൻ്റെ അവസാനം ഒരു ട്വിസ്റ്റോടെ എൻഡ് ചെയ്തിരിക്കുന്ന ഒരു സസ്പെൻസോടെയാണ്. ബാലുവിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആ ഒരു കേശും പിള്ളേരും എല്ലാവരും പാടെ അങ്ങനെ നെട്ടി നിൽക്കുന്ന പോലെയാണ് ഒരു പ്രോമോ എൻ്റെ ആയിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ ഓഡിയൻസ് എല്ലാവരും ആ ഒരു എപ്പിസോഡിന് ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നീടെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ മാക്സിമം വന്നുകൊണ്ടിരുന്നത് ഒരു സസ്പെൻസോടെയുള്ള ഒരു എൻഡിങ് കൊടുത്തിട്ട് അവസാനിപ്പിച്ചിട്ട് അടുത്ത ദിവസം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സീരിയൽ പോലെ തുടങ്ങുന്ന എപ്പിസോഡുകളായിരുന്നു 4-5 എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഭൂരിഭാഗം പേർക്കും അങ്ങനെ ഉപ്പുമുളകും കാണാൻ താല്പര്യമില്ല എന്നുള്ളത് ആ ഒരു സീരിയലായിരുന്ന സമയത്ത്, അതായത് ഉണ്ണി സാറ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീരിയലായിരുന്ന സമയത്ത് നമ്മൾ നോക്കിയതാണ്. പക്ഷേ അതിൻ്റെ ഒരു വേറൊരു വേർഷനായിരുന്നു, അതായത് ഉണ്ണി സാറ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് രക്തം കാണിക്കുന്നതും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തലവെട്ടി വെക്കുന്ന പോലത്തേക്ക് ഒരു എൻഡിങ് കൊടുത്തിട്ട് പിറ്റേ ദിവസം അതൊന്നും ഒരു ബന്ധമില്ലാതെ ഷൂട്ട് ചെയ്യുന്ന എപ്പിസോഡുകളായിരുന്നു അന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു എൻഡിങ് തന്നെയാണ്. ഏതായാലും അതിനേക്കാളും ബെറ്റർ ഇത് തന്നെയാണ്. ഫണ്ണി ആയിട്ടുള്ള സസ്പെൻസ് എൻഡിങ് പ്രേക്ഷകർ എന്തായാലും സ്വീകരിക്കുമെന്നുള്ളത് കൺഫേമാണ്. കാരണം അത് ഇതിനു മുമ്പും സീസൺ 1 സീസൺ 2 ഈ ഇടയ്ക്ക് വന്ന എപ്പിസോഡിലൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഉപ്പുമുളകും അടിപൊളി എപ്പിസോഡിലൂടെ തന്നെയാണ്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളും അടിപൊളിയായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. മാത്രമല്ല ഈ ആഴ്ച കുറച്ച് ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. കുറേ നാളുകളായിട്ട് ഉപ്പുമുളകിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ്. ഏതായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ആഴ്ച. നിങ്ങൾ ഉപ്പുമുളകിൽ ഇനി അടുത്തത് ആരാണ് ഗസ്റ്റായിട്ട് വരേണ്ടതെന്ന്, അതായത് ഓൾറെഡി ഉള്ള ക്യാരക്ടേഴ്സ്, നെയ്യാറ്റിൻകരയിലെ പടവലത്തെ വേണ്ടിയൊക്കെ ക്യാരക്ടേഴ്സിൽ ആരെയാണ് നിങ്ങൾ ഇനി അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.